Hi, good evening all. Good evening, Good sir. evening, sir. Good evening, sir. Good evening, sir. Good evening, sir. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും കഴിഞ്ഞ ഒരു ലൈവ് സെഷൻ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് നല്ല രീതിയിൽ മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് കൃത്യമായി അത് നിങ്ങൾ ആവർത്തിച്ച് കേട്ടുകൊണ്ട് അതിൻ്റെ ആ സബ്ജക്റ്റ് ആഴത്തിൽ മനസ്സിലാക്കുകയും അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. കാരണം അത് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ശക്തമായ ഒരു പ്രാപഞ്ചിക നിയമമാണ്. ഏറ്റവും കരുത്തുറ്റ അതായത് ഉരുക്ക് നിയമം എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഒരു ഉരുക്ക് നിയമം എന്ന് പറയുന്നത് ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് നമ്മള് താങ്ക് യു സോ മച്ച്. ദി കോസ് ആൻഡ് എഫക്റ്റ് പോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു നിയമമാണ് ദി ലോ ഓഫ് കോമ്പൻസേഷൻ. ദി ലോ ഓഫ് കോമ്പൻസേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് സത്യത്തില് ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റിന് ഏതാണ്ട് സമാനമായി തോന്നുമെങ്കിലും അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് നമുക്കറിയാം, നമ്മുടെ ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും നമ്മുടെ സംസാരങ്ങളിലൂടെയും എല്ലാം നമ്മൾ ഉള്ളില് നമ്മുടെ അകം ലോകത്ത്, ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മുടെ അകം ലോകത്ത് ഒരു കാരണത്തെ, ഓരോരോ കാരണങ്ങളെ സൃഷ്ടിക്കുകയും ആ കാരണം ക്രമേണ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതാണ് ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പഠിപ്പിക്കുന്നത്. അതായത് ആ കാരണം ഏതുമാകാം, അത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്, നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ഒന്നും വെറുതെ പോകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുവാനും സൂക്ഷിക്കുവാനുമുള്ളത്. നമ്മുടെ ഒരൊറ്റ ചിന്ത പോലും വെറുതെ പോകുന്നില്ല. എല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലൂടെ കടന്നുപോയി നമ്മുടെ അകം ലോകത്ത് ഒരു കാരണത്തെ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാരണത്തെ സൃഷ്ടിക്കുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചില ചിന്തകൾ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ അത് വലിയൊരു കാരണത്തെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുകയും ക്രമേണ അത് ഒരു കണ്ണാടിയിലെ പ്രതിബിംബത്തെ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ, അത് നന്മയായിട്ടെങ്കിൽ നന്മയായ കാരണമാണ് നമ്മൾ ഉള്ളിൽ സൃഷ്ടിക്കുന്നെങ്കിൽ നന്മയായിട്ട് പ്രതിഫലിക്കും. മോശപ്പെട്ട കാരണങ്ങളെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മൂലം സൃഷ്ടിക്കുന്നതെങ്കിൽ മോശപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ ക്രമേണ പ്രതിഫലിക്കാൻ തുടങ്ങും. അപ്പൊ അതാണ് ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അത് ഒരു മാറ്റവുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിലവിൽ കാണുന്നതെല്ലാം മുൻകാലങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിച്ച കാരണങ്ങളാണ്. നമ്മുടെ ഉള്ളിനകത്ത് സൃഷ്ടിച്ച കാരണത്തിന്റെ പ്രതിബിംബങ്ങൾ. അതാണ് നമ്മൾ ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റിലൂടെ പഠിച്ചത്. ദി ലോ ഓഫ് കോമ്പൻസേഷനും ഏതാണ്ട് സമാനമായ മെസ്സേജ് തന്നെയാണ്, പാഠങ്ങൾ തന്നെയാണ് നമുക്ക് നൽകുന്നത്. എങ്കിൽ കൂടിയും ദി ലോ ഓഫ് കോമ്പൻസേഷൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയിക്കുന്നത്, ദി ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് മനുഷ്യനിലാണ്. നമ്മൾ ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റിൽ നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും അത് നമ്മളെക്കുറിച്ചാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ വേറെ എന്തിനെ കുറിച്ചാണെങ്കിൽ കൂടിയും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ കാരണത്തെ സൃഷ്ടിക്കുമെങ്കിൽ ദി ലോ ഓഫ് കോമ്പൻസേഷൻ നമ്മുടെ പ്രവർത്തികളെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും, എന്നാൽ പ്രവർത്തികളാണ് കൂടുതലായി ഇവിടെ ഗണിക്കപ്പെടുന്നത്. പ്രവർത്തികൾ, ഏത് തരത്തിലുള്ള പ്രവർത്തികൾ? മറ്റ് മനുഷ്യരോടുള്ള പ്രവർത്തികൾ. അതാണ് പോയിന്റ്. നമ്മള് ലോ ഓഫ് കോമ്പൻസേഷൻ പഠിപ്പിക്കുന്നത് നമുക്ക് മറ്റ് മനുഷ്യരോട് നമ്മുടെ പ്രവർത്തികൾ എങ്ങനെ ഉണ്ട്, അതനുസരിച്ച് നമുക്കൊരു പ്രതിഫലം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തികൾ മറ്റ് മനുഷ്യർക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സംഭാവന. സംഭാവന ഉദ്ദേശിക്കുന്നത് പ്രവർത്തികൾ മൂലമുള്ള സംഭാവന ഏത് രീതിയിലാണോ
അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിലേക്ക് അതിൻ്റെ ഒരു പ്രതിഫലം. ഈ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നഷ്ടപരിഹാരം എന്നുള്ളൊരു വാക്ക് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നൽകുന്ന, അതായത് പ്രപഞ്ചം നമ്മുടെ എഫേർട്ടിന്, നമ്മുടെ പ്രവർത്തികൾക്ക് നൽകുന്ന ഒരു പ്രതിഫലം എന്നുള്ള രീതിയാണ്. നമ്മൾ എടുക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യുന്ന ഒരു എഫേർട്ടിന് നൽകുന്ന ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ലോ ഓഫ് കോമ്പൻസേഷൻ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് ഒരു പ്രതിഫലം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത് പറയുവാൻ പ്രധാന കാരണം, നമ്മൾ ഈ ജീവിതത്തെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്തെയും മറ്റു മനുഷ്യരെ, നമ്മുടെ ജീവിതത്തെ മൊത്തത്തെ തന്നെ നോക്കി കാണുമ്പോൾ ഒരു പുറമേ ഉള്ള ചെറിയ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് പൊതുവേ ഉള്ളത്. മനുഷ്യര് ജനിക്കുന്നു, അവര് ആ ഒരു സൊസൈറ്റി, സമൂഹത്തിന്റെ ഒരു ചിന്താഗതിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടനയ്ക്കും അനുസരിച്ച് വളർന്നു വരുന്നു. ആ സമൂഹത്തിന്റെ ഘടനയ്ക്ക് അനുസരിച്ച് വലിയൊരു തൊഴിൽ കണ്ടെത്തുന്നു, അതിന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക, പുതിയ തലമുറകളെ സൃഷ്ടിക്കുക, ജീവിക്കുക, കടന്നു പോവുക എന്നൊരു പൊതുവേ ഉള്ള ഒരു അത്രമാത്രമാണ് സാധാരണ, അതായത് നമ്മൾ ചിന്തിക്കാറുള്ളത്. അത് പൊതുവേ ആ ഒരു പുറമേ ഉള്ള ഒരു ചിന്ത മാത്രം, ഒരു ഉപരിപ്ലവമായ ഒരു തോട്ട് മാത്രമാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കുള്ളത്. എന്നാൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ സ്പിരിച്വാലിറ്റി, ഈ ആത്മീയത സത്യത്തെ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതും വരുന്നതും ഈ ഭൂമിയുടെ അല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാവും. അതാണ് അൾട്ടിമേറ്റ്. പ്രപഞ്ചം ഈ നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നതെല്ലാം തന്നെ അതിൻ്റെ ഒരു എവല്യൂഷനെ സഹായിക്കുക എന്നുള്ള, എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിണാമം, അതായത് ഒരു അപ്ഡേഷൻ, നിരന്തരമായ ഒരു അപ്ഡേഷനെ സഹായിക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഓരോ മനുഷ്യരുടെയും ധർമ്മം എന്നത്, യഥാർത്ഥ ധർമ്മം, യഥാർത്ഥ കടമ എന്നത് ഈ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ ആ ഒരു ലക്ഷ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ മനുഷ്യരാണെങ്കിൽ കൂടിയും നമ്മളെല്ലാവരും ചേർന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു എവല്യൂഷൻ, അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അതായത് പ്രപഞ്ചം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മുന്നോട്ടുരുളുന്ന ഒരു ചക്രത്തെ പോലെ, ആ മുന്നോട്ട് ചലിക്കുന്ന ഒരു ചക്രം പോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു രീതി. അപ്പൊ നമ്മൾ ആകുന്ന മനുഷ്യരും ആ മുന്നോട്ട് ചലിക്കുന്ന ചക്രത്തിനനുസരിച്ച് പരസ്പരം സഹകരിച്ചുകൊണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കോ ക്രിയേഷൻ നടത്തുകയാണ് സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണ് നമ്മുടെ ധർമ്മം. നമ്മൾ പരസ്പരം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, അറിയാതെ ആയിരിക്കും നല്ലൊരു ശതമാനം, ഈ ഒരു ജീവിതം സത്യത്തില് പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു കോ ക്രിയേഷനാണ്. കോ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിച്ചുകൊണ്ട് സൃഷ്ടിക്കുക. നമ്മളൊരു തൊഴിൽ ചെയ്യുന്നതും, നമ്മുടെ ഏതൊരു തൊഴിൽ മേഖലയായാലും, നമ്മളെന്നൊരു വ്യക്തി ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ യൂണിവേഴ്സിന്റെ ഒരു മനസ്സാണ്. ഡെവലപ്പ് ചെയ്യുവാനുള്ള ആഗ്രഹം നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. സത്യത്തിൽ നിങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് എല്ലാം ആ ഒരു യൂണിവേഴ്സിന്റെ ഒരു മൈൻഡിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. അതായത് സ്വയം, നമ്മളെന്ന് പറയുന്ന ഓരോ വ്യക്തിയും ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ ഉള്ള അറിവുകൾ നേടുക, അതായത് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ താഴോട്ട് പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാവരും സ്വന്തം ജീവിതത്തെ എന്താണ്, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മെല്ലെ മെല്ലെ അപ്ഡേറ്റ് ചെയ്ത് ഉയർത്തി 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 കൊണ്ടുവരിക. അതാണ് എവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ പ്രപഞ്ചത്തിന് ആ ഒരു മൈൻഡാണ്. അതായത് അത് ഓരോ മനുഷ്യരിലൂടെയും, പിറന്നു വീഴുന്ന ഓരോ മനുഷ്യരിലൂടെയും വികസിക്കുക, ഡെവലപ്പ് ചെയ്യുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉയർത്താനും വളർത്താനും ഇംപ്രൂവ് ചെയ്യുവാനും ആഗ്രഹിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ യൂണിവേഴ്സൽ മൈൻഡിന്റെ അതേ മൈൻഡ് ഏറ്റെടുക്കുകയും വലിയൊരു നന്മയാണ് നമ്മൾ സ്വയം ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ധർമ്മം എന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും അടിസ്ഥാനപരവും ഏറ്റവും മികച്ചതുമായ ധർമ്മം എന്നത് സ്വയം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ധർമ്മം, ഓരോ മനുഷ്യരുടെയും ധർമ്മം. മനുഷ്യരെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കാം. മനുഷ്യർ, മാനവ കുലം എന്ന് പറയുന്ന ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. മനുഷ്യർ. പ്രപഞ്ചത്തിന്റെ കണ്ണിൽ മനുഷ്യർ എന്നൊരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഇവിടെയുള്ള സകല മനുഷ്യരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് സ്വയം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ യൂണിവേഴ്സിനെ ഡെവലപ്പ് ചെയ്യുവാനാണ്. അങ്ങനെ ഈ ഡെവലപ്മെന്റിന് നമ്മൾ സഹായം ചെയ്യുമ്പോൾ, നമുക്ക് ലഭിക്കുന്ന യൂണിവേഴ്സ് നമുക്ക് തരുന്ന പ്രതിഫലം അല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്ന അർത്ഥത്തിൽ വരുന്ന നമ്മുടെ എഫേർട്ടിന്, ആ ഒരു ഡെവലപ്മെന്റിന് നമ്മൾ ഇടുന്ന എഫേർട്ടിന്, ആ ഒരു കഷ്ടപ്പാടിന് നൽകുന്ന ഒരു നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥത്തിലാണ് കോമ്പൻസേഷൻ എന്ന വാക്ക് വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് ഈ യൂണിവേഴ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മെ സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ, അതായത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമായി ചേർന്ന് നിന്നുകൊണ്ട് ക്രിയേഷനിലൂടെയുള്ള ഒരു നിർമ്മാണം, ഒരു സൃഷ്ടിയുടെ പ്രവർത്തനം. അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു സൃഷ്ടിപ്പ് നമ്മൾ നടത്തുമ്പോൾ അതിന് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുമെന്നാണ്. അതാണ് ആ ഒരു പോയിന്റാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുവാനുള്ളത്. വേറൊന്നുമല്ല, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം മറ്റു മനുഷ്യരുടെ ഡെവലപ്മെന്റിനെയും സഹായിക്കുക. അത്രയേ ഉള്ളൂ പോയിന്റ്. ഓരോ മനുഷ്യരുടെയും ഡെവലപ്മെന്റിലൂടെ പ്രപഞ്ചത്തിന്റെ ഡെവലപ്മെന്റാണ് നടക്കുന്നത്. പ്രപഞ്ചം അതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ മനുഷ്യരും അവരുടെ നിലവിലുള്ള ഏത് ജീവിതാവസ്ഥയായാലും ശരി തന്നെ അതിനെയെല്ലാം സ്വന്തം ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുക, സ്വന്തം ജീവിതത്തെ അപ്ഗ്രേഡ് ചെയ്ത് പവർഫുള്ളായി കയറി വരിക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും പർപ്പസ്. അത് ഏത് രീതിയിലാണെങ്കിലും ശരി തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. പക്ഷെ അവിടെ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, അത് സ്വന്തം സഹജീവികളായ മനുഷ്യർക്ക് അവരുടെ ഡെവലപ്മെന്റിന് സഹായകരമായി കൊണ്ടുകൂടിയായിരിക്കണം. ഒരിക്കലും അവരുടെ ഡെവലപ്മെന്റിന് ഇടിച്ചിലോ നഷ്ടമോ വരുത്തിക്കൊണ്ടാകരുത്. അതാണ് ഈ ഒരു ലോ ഓഫ് കോമ്പൻസേഷൻ അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുന്നത്. അത്രേ ഉള്ളൂ പോയിന്റ്. നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും തന്നെ നമ്മുടെ തന്നെ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും ഡെവലപ്മെന്റിനെ ലക്ഷ്യമാക്കിയാകണം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇതുവരെയുള്ള പോയിന്റ് ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഒന്ന് പറയാമോ കമന്റിൽ? ജസ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒരു ബേസിക് ആണത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യെസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. നമുക്ക് അവസാനം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഡെവലപ്മെന്റ് അതാണ് നമ്മുടെ പർപ്പസ്. അത്രേ ഉള്ളൂ. നമ്മുടെ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ മറ്റു മനുഷ്യരുടെയും ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്
ഇവിടെ ഉള്ള ഓരോ മനുഷ്യരും അവരറിഞ്ഞോ അറിയാതെയോ ഈ യൂണിവേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഇവിടെ ഉള്ളത്. ഈ യൂണിവേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവരുടെ കർമ്മം, നിങ്ങൾ ഓരോരുത്തരും ഓരോ തൊഴിൽ മേഖലയിലുള്ളവരായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയും സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ആ ജോലിയിലൂടെ മറ്റ് മനുഷ്യർക്കാണ് അടിസ്ഥാനപരമായി സംഭാവന ചെയ്യുന്നത്. മറ്റു മനുഷ്യരുടെ ഒരു ജീവിതത്തെ എളുപ്പമാക്കി കൊടുക്കുകയാണ് എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ മറ്റു മനുഷ്യരുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് അവർ ഡെവലപ്പ് ചെയ്യാനും വികസിക്കുവാനും വേണ്ടി. അങ്ങനെയല്ലേ? അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തി, അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഓരോ തൊഴിൽ മേഖല എടുത്താലും നമ്മുടെ മറ്റു മനുഷ്യർക്ക് വേണ്ടിയുള്ള സേവനം അത് തന്നെയാണ്. അതിലൂടെ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കോമ്പൻസേഷൻ ലഭിക്കുന്നുണ്ട്, അല്ലേ? സാമ്പത്തികമായിട്ടുള്ള കോമ്പൻസേഷൻ ലഭിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിലൂടെ. പക്ഷേ പലപ്പോഴും ഈ എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള ഒരു റിയൽ പർപ്പസ് നമുക്ക് അറിയില്ല. നമ്മളെപ്പോഴും നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു ജോലി ലഭിക്കണം, അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി നല്ല ഒരു എന്താ പറയുക, സമൂഹത്തിൽ മാന്യമായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അത്രയൊക്കെ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഡെവലപ്മെന്റ്. അങ്ങനെ ഒരു ജോലി നമ്മൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ഒരു തലത്തിൽ നിന്ന് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു താല്പര്യത്തിനെ മനസ്സിലാകില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ജോലിയിലും നമ്മുടെ കർമ്മ മേഖലകളിലും എല്ലാം അലസത വരികയും അത് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കോമ്പൻസേഷന് ഇടിച്ചിൽ സംഭവിക്കുന്നതിന് കാരണമായി മാറുകയും ചെയ്യും. അതാണ് ദി ലോ ഓഫ് കോമ്പൻസേഷൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, ഓരോ വ്യക്തിയും ഈ ഒരു യൂണിവേഴ്സിന്റെ ഈ ഒരു മുന്നോട്ടുള്ള ചലനത്തിന്, ചക്രത്തിന്റെ ആ ഒരു ചലനത്തിന് അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിരന്തരമായി ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് യൂണിവേഴ്സ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അതിന് തുല്യമായ വാല്യൂ നിറയ്ക്കുകയും ക്രമേണ അതിന് കോമ്പൻസേഷനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറയുവാൻ കാരണം, പലരും ചെറിയ ജോലികളിലൊക്കെ ചിരിക്കുമ്പോഴും ചെറിയ ശമ്പളമേ ലഭിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ജോലി ചെയ്തിട്ടും എനിക്ക് പ്രോപ്പറായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് ക്രമേണ ആ ജോലിയിൽ പലതരത്തിലുള്ള അലസതകൾ വരുത്തുവാനോ, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക, മറ്റ് രീതിയിലുള്ള മാനിപ്പുലേഷൻസിന്റെ സാധ്യതകൾ വരുമ്പോൾ അതിലേക്ക് വീണു പോകുവാനോ ഒക്കെയുള്ള സാധ്യതയുള്ളത് ഈ ഒരു ലോ ഓഫ് കോമ്പൻസേഷൻ അറിവില്ലാഞ്ഞിട്ടാണ്. നമ്മുടെ നിലവിലുള്ള തൊഴിൽ മേഖല എത്ര ചെറുതാണെങ്കിൽ കൂടിയും, എത്ര ചെറിയ വരുമാനമാണെങ്കിൽ കൂടിയും, നമ്മൾ ആ ഒരു മേഖലയിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ക്ലാരിറ്റിയോട് കൂടി നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ സംഭാവന നൽകുകയും അതേസമയം നമ്മുടെ മനസ്സിൽ ഉയർന്ന ലെവലിലുള്ള ജീവിതം ആഗ്രഹിക്കുകയും ചെയ്താൽ നിലവിലുള്ള ആ ഒരു ജോലിയിൽ നമ്മൾ പൂർണ്ണമായ സമർപ്പിതമായ ജോലി കൃത്യമായി ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തി ആ ഒരു സംഭാവന കൃത്യമായി നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അതിന് ലഭിക്കുന്ന പ്രതിഫലം, മെറ്റീരിയൽ ആയിട്ടുള്ള ക്യാഷ് ആയിട്ടുള്ള പ്രതിഫലം കുറവാണെങ്കിൽ കൂടിയും നമ്മൾ ഇടുന്ന എഫേർട്ട്
ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പ്രകാരം കോസിൽ ആഡ് ചെയ്യപ്പെടും. അതാണ് പോയിന്റ്. കോസിൽ ആഡ് ചെയ്യും. കോസ് എന്താണ്? നമ്മുടെ അകം ലോകത്ത് സൃഷ്ടിക്കുന്നതാണ്, അല്ലെ? കോസ്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ അകം ലോകത്ത് സൃഷ്ടിക്കുന്നതാണ് കാരണം. അതാണ് ക്രമേണ ജീവിതത്തിൽ പ്രതിബിംബമായിട്ട് വരുന്നത്. നമ്മൾ നമ്മുടെ ജോലി എത്ര ചെറുതാണെങ്കിലും, എത്ര വരുമാനം കുറവാണെങ്കിലും, നമ്മൾ നിലവിൽ അതിനെ പരമാവധി ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ ക്രമേണ ഒരു സംശയവും വേണ്ട, ആ കോമ്പൻസേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് ദി ലോ ഓഫ് കോമ്പൻസേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടരുത്. നിരാശ എന്ന് പറയുന്ന സംഗതിയെ വേണ്ട. നമ്മുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് പുണ്യമാണ്. സത്യത്തിൽ പുണ്യമാണ്. ഉയർന്ന നിലവിലുള്ള ജീവിതത്തിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള അപ്ഗ്രേഡിങ്ങിന് ആഗ്രഹിക്കുന്നതും, ബെറ്റർ ആയിട്ടുള്ള സാലറി, ബെറ്റർ ആയിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ, ആ ഒരു അപ്ഗ്രേഡിങ്ങിലൂടെ മാത്രമേ, മനുഷ്യരിലൂടെ മാത്രമേ യൂണിവേഴ്സിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ യൂണിവേഴ്സൽ മൈൻഡാണ് നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നത്. ആ അപ്ഗ്രേഡിങ് നടപ്പിലാക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ ഒരു അപ്ഗ്രേഡിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നന്മയാണ്, പുണ്യമാണ്. അത് തന്നെ തുടരുക. അത് പക്ഷേ നമുക്ക് ഏതെങ്കിലും ഉയർന്ന വരുമാനമുള്ള അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടൊരു അവസ്ഥയിൽ എത്തിയിട്ട് മാത്രമേ ഞാൻ ആ ഒരു കർമ്മ മേഖലയിൽ ആത്മാർത്ഥത കാണിക്കൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പാടില്ല. നമ്മുടെ നിലവിലുള്ള ഇപ്പൊ ക്ലീനിങ് ജോബ് ആണെങ്കിൽ, അതിൽ താഴ്ന്നുള്ള ജോബ്, ക്ലീനിങ് ജോബ് ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ക്ലീൻ ചെയ്യും. എനിക്ക് കഴിയാവുന്നതിന്റെ ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്യും. അതായത് എന്റെ ജോലി ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് വേണം. പക്ഷെ നിലവിൽ എന്റെ ജോലി ക്ലീനിങ് ആണ്. ഞാൻ ഏറ്റവും എന്നെക്കാളും മികച്ചൊരു ക്ലീനർ ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡോട് കൂടി ആ ഒരു ക്ലീനിങ് ജോബ് ചെയ്തു നോക്കിയാൽ ക്രമേണ അവിടെ നിന്ന് പുഷ് ചെയ്ത് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും, നമ്മുടെ ആ കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ട്. അതേസമയം എനിക്കിതാണല്ലോ കിട്ടിയത്, എൻ്റെ ഇതാണല്ലോ എന്നുള്ള പരിതാപത്തിലൂടെയാണ് ആ ജോലി ചെയ്യുകയും അതിനകത്ത് അലസത വരുത്തുകയും എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്തിട്ട് അതിന് ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്താനുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയൊക്കെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലോ ആ ഒരു അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. കാരണം നമ്മുടെ നാവിലൂടെയും പ്രവർത്തികളിലൂടെയും വരുന്ന കോസ് ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് എഫക്റ്റ് ആയിട്ട് വരും. അതാണ് പ്രധാനമായിട്ട് ഈ തൊഴിൽ മേഖലയുമായിട്ട് ഇതിലോ കോസ് ആൻഡ് എഫക്റ്റിൽ പറയാനുള്ളത്. നമ്മുടെ പ്രവൃത്തി ഏത് രീതിയിലായാലും നിലവിലുള്ള അവസ്ഥയെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക. ലോ ഓഫ് കോമ്പൻസേഷൻ നിങ്ങൾക്ക് ഉണ്ട്. കോമ്പൻസേഷൻ സപ്പോർട്ട് ചെയ്യും. അതിനുള്ള തത്തുല്യമായ പ്രതിഫലം നമ്മുടെ ജീവിതത്തിനകത്ത് വരിക തന്നെ ചെയ്യും. അതാണ് പ്രധാനമായിട്ടും ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ മനസ്സിലാക്കുവാനുള്ളത്. നമ്മൾ എപ്പോഴും നമ്മുടെ വർക്കിൽ മാത്രമല്ല, നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയുടെ ആ ഒരു കഴിവിനെ, നമുക്ക് പ്രവൃത്തി ചെയ്യുവാനുള്ള ആ കഴിവിനെ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുക. അതായത് നമ്മുടെ വാല്യൂവിനെ ഉയർത്തുവാൻ വേണ്ടി എപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടേയിടുക, കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു കഠിനാധ്വാനത്തിനാണ് കോമ്പൻസേഷൻ ആയിട്ട് തരുന്നത്. അതിന് കോമ്പൻസേഷൻ വാക്ക് തന്നെ അതുകൊണ്ടാണ്. നിങ്ങൾ കഷ്ടപ്പെടയില്ലേ, നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ കഠിനാധ്വാനത്തിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, കോമ്പൻസേഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മെ തന്നെ സ്വയം അപ്ഗ്രേഡ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകാതെ, നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ നമുക്കൊരു കംഫർട്ടായിട്ട് തുടരുവാനാണ് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തീരുമാനിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, യൂണിവേഴ്സിന്റെ ആ ചക്രം മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിൽക്കുവാനാണ് തീരുമാനമെങ്കിൽ നമ്മൾ ആ ചക്രത്തിൽ നിന്ന് വീഴും, കഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ആ യൂണിവേഴ്സിന്റെ ഡെവലപ്മെന്റ് ചക്രത്തിനനുസരിച്ച്
നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് കോമ്പൻസേഷൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ അത് ഓരോ പ്രവൃത്തി ഇപ്പൊ ലോകത്തുള്ള എത്രയോ കമ്പനികൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സൂം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ സൂം എന്ന് പറയുന്ന ഒരു കമ്പനി അവർ സത്യത്തിൽ ഇവർ ഡെവലപ്മെന്റിന്റെ ഭാഗമാവണം, ഈ എവല്യൂഷന്റെ ഭാഗമാവുകയാണ്. നമ്മൾ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു നന്മയാണ് നമുക്ക് എത്രയോ പേർക്ക് നൽകുന്നത്. ഒരു 5-10 കൊല്ലം മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. ഇതുപോലെ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന കാര്യം വലിയ പാടായിരുന്നു. എത്രയോ കമ്പനികൾ, ലോകമെമ്പാടുമുള്ള ആളുകൾ അവരുടെ ഈ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട് അവരുടെ ചിന്തയും പ്രവൃത്തിയും ഏകാഗ്രമാക്കിക്കൊണ്ട് നിരന്തരമായി അധ്വാനിച്ചതിന്റെ ഫലമായി അവർക്ക് ലഭിച്ച കോമ്പൻസേഷനാണ് അവരുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ വളർച്ചകളും എല്ലാം. ഈ ഒരു നിയമത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കരിയറിനെ സെറ്റ് ചെയ്യുവാനും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യാനും ബിസിനസ്സിനെ സെറ്റ് ചെയ്യാനും എല്ലാം. നമ്മുടെ ഓരോ ബിസിനസ്സും മറ്റ് മനുഷ്യരുമായിട്ടുള്ള സംഭാവനയാകണം. അവരുടെ ഒരു നീഡിനെ ഫുൾഫിൽ ചെയ്യണമെന്ന് പറയാൻ കാര്യം അവരുടെ പെയിൻ മാറുമ്പോൾ അവരെന്ന് പറഞ്ഞൊരു വ്യക്തി വികസിക്കുകയാണ്. അപ്പൊ അതിനെന്ത് ചെയ്യും? നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. അതിന് നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം. ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് മനസ്സിലാക്കുവാനുള്ളത്. ഈ ലോകത്തുള്ള എത്രയോ കമ്പനികൾ അങ്ങനെ വന്നിട്ടുണ്ട്. അത് മാത്രമെന്ന് പറഞ്ഞാൽ സ്വന്തം വാല്യൂവിനെയും സ്വന്തം കപ്പാസിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമുള്ള ഒരു കാര്യം. അതായത് സ്വന്തം കഴിവുകളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പലരും ശ്രദ്ധിച്ചിട്ടില്ലേ, ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടുവാൻ വേണ്ടി അതികഠിനമായിട്ട് വർഷങ്ങൾ അധ്വാനിക്കും. പക്ഷെ ഒരിക്കൽ ആ ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അവരവിടം കൊണ്ട് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവും, സ്റ്റാറ്റിക് ആവും. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവർ ഈ കോമ്പൻസേഷന് വിരുദ്ധമാവുകയാണ്. ഒരിക്കലും പാടില്ല. അത് നമുക്ക് അതാണ് ലൈഫിനകത്ത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ആ ജോലി ഏറ്റവും മികച്ച രീതിയിൽ, അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആയാലും ആ ഒരു ജോലിയിൽ ചെയ്യേണ്ട സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് മറ്റ് മനുഷ്യരുടെ ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കിയാണ് ആ സർവീസുകൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പുണ്യമാണ്. നമ്മുടെ ജോലിയിലൂടെ പുണ്യമാണ് ചെയ്യുന്നത്. മറ്റ് മനുഷ്യരുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുകയാണ്. അതായത് യൂണിവേഴ്സിന്റെ ആഗ്രഹത്തെ സഹായിക്കുകയാണ്. അതെല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു നിശ്ചിതമായ സാലറി മാത്രമേ ലഭിക്കുന്നുണ്ടാവുകയുള്ളൂ. പക്ഷെ നമ്മുടെ ഇടുന്ന എഫേർട്ട് കാരണമായി നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. അത് വാല്യൂ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രമേണ ആ കോസ് ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള കോമ്പൻസേഷൻ ആയിട്ട് ഒരു മികച്ച ജീവിതവും മികച്ച ജീവിതത്തിന്റെ അപ്ഗ്രേഡിങ്ങിനുള്ള അവസരവുമായി മെല്ലെ മെല്ലെ മാറുന്നത് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ഈ ഗൂഗിള് പോലുള്ള കമ്പനികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗൂഗിള് ആ ഒരു കമ്പനി, അതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. പണ്ട് യാഹു ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ മാത്രമായിട്ടാണ് വന്നത്. അവർ ആ സെർച്ച് എഞ്ചിൻ മാത്രമായിട്ട് നിന്നില്ല. അവര് ആ ഗൂഗിൾ എന്ന കമ്പനി നൽകിയ സംഭാവന എത്രയോ മഹത്തരമാണ് ലോകത്തിന്. എന്ന് പറഞ്ഞാൽ എത്രയോ പേർക്ക് അവരുടെ ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗം എളുപ്പമാക്കി കൊടുത്തു. അതെന്താണ്? ഒരു മറ്റുള്ളവരെ അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുകയാണ്. അവരുടെ ജീവിതത്തെ എളുപ്പമാക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷെ അവർ ആ സെർച്ച് എഞ്ചിനിൽ മാത്രം നിന്നില്ല. അവർ നിരന്തരമായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയോ പ്രോഡക്റ്റുകളാണ് ഇപ്പൊ ഗൂഗിളിനുള്ളത്. അതിനനുസരിച്ചുള്ള കോമ്പൻസേഷനാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏതെല്ലാം കമ്പനികൾ, ആമസോൺ ആകട്ടെ, ടെസ്ല ആകട്ടെ, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവരാശിയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയും നിരന്തരമായി പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുവേണ്ടിയുള്ള അപ്ഗ്രേഡിങ്ങും സ്വന്തം വാല്യൂവും കൂട്ടാൻ വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കോമ്പൻസേഷനെ ഉള്ളിലേക്ക് എടുക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കമ്പനി എന്നുള്ള രീതിയിൽ കളക്റ്റീവായിട്ട് അതിന്റെ പ്രതിഫലം അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഉദാഹരണങ്ങളിലൂടെ വേണം നമ്മളിത് മനസ്സിലാക്കുവാനും. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എത്രയോ കമ്പനികൾ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പം വി-ഗാർഡിന്റെ ഒക്കെ ചരിത്രം എടുത്താൽ തന്നെ അറിയാൻ പറ്റും. വി-ഗാർഡ് പോലുള്ള കമ്പനികൾ ഒരു കാലത്ത് നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ് വോൾട്ടേജ് ക്ഷാമം. നമുക്കെല്ലാം പെയിൻഫുൾ ആയ ഒരു കാലം ഉണ്ടായിരുന്നു കുഞ്ഞുനാളിലൊക്കെ. അതായത് വോൾട്ടേജ് കൂടിയും കുറഞ്ഞു നിൽക്കുന്നതാണ് പല കാര്യങ്ങളും. TV ഒന്നും പ്രോപ്പറായിട്ട് കാണാൻ കഴിയാത്തൊരവസ്ഥയും മറ്റ് ഗ്രഹോപകരണങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത
പെയിൻഫുള്ളായിരുന്ന ഒരു മനുഷ്യരായിരുന്നു നമ്മൾ ഒരു കാലത്ത്. ഈ പെയിനെ ആ ഒരു പെയിനെ മാറ്റുവാൻ ആ ഒരു കമ്പനി വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു വലിയ കമ്പനിയായി മാറി. പക്ഷെ അവരത് അവിടെ കൊണ്ട് നിന്നില്ല. അവര് ആ സ്റ്റെബിലൈസറിന്റെ വർക്ക് കൊണ്ട് മാത്രം നിന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർ വാലി കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ ചക്രം ഉരുണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ പിന്തള്ളപ്പെട്ടു പോകും. അവരെന്ത് ചെയ്തു? അടുത്ത മറ്റ് ബിസിനസ് മേഖലകളിലേക്ക് ശ്രദ്ധിച്ചു. ഇപ്പോഴും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വന്തം ആ ഒരു സിസ്റ്റത്തിന്റെ വാല്യൂ കൂട്ടുന്നത് പോലെ നമ്മളെന്ന് പറയുന്ന ഓരോ വ്യക്തികളും നമ്മുടെ കഴിവുകളെ തേച്ച് മിനുക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ട് ഈ ലോകത്തിന് നിരന്തരമായി സംഭാവനകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ദി ലോ ഓഫ് കോമ്പൻസേഷൻ മുഖേന ഒരു സംശയം വേണ്ട, അത് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റ് വ്യക്തികളുടെ ഈ ഒരു വളർച്ചയ്ക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ പ്രവർത്തികളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ മറ്റ് വ്യക്തികളുടെ ഈ ഒരു മുന്നേറ്റത്തിനും വളർച്ചയ്ക്കും തടസ്സമാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഈ കോമ്പൻസേഷൻ അവിടെ വർക്കാവുകയും അത് നമ്മുടെ ഉള്ളിലേക്ക് ആ കോസിൽ അതിന്റെ കുറവ് ഫീൽ ചെയ്യിപ്പിക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിന്റെ വാല്യൂവിനെ എടുക്കപ്പെടുകയും ചെയ്യും. കോമ്പൻസേഷൻ മറ്റ് മനുഷ്യരുമായിട്ടാണ് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് മനുഷ്യരുമായിട്ട് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക. കോമ്പൻസേഷൻ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എപ്പോഴും മറ്റ് മനുഷ്യരുമായിട്ടാണ്. അപ്പം നമ്മൾ മറ്റ് മനുഷ്യരുടെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റ് മനുഷ്യരുടെ മുന്നേറ്റത്തെ തടയുന്ന രീതിയിലുള്ള, മറ്റ് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ചിന്തകളിലും എല്ലാം ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജീവിതത്തിലെ വാല്യൂവിനെ ഇടിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത് ലോ ഓഫ് കോമ്പൻസേഷൻ ചെയ്യുന്നത്. മറ്റൊരു നിയമം കൂടി ഇതിനോട് അനുബന്ധമായുണ്ട്. അതാണ് ദി ലോ ഓഫ് ഓവർ കോമ്പൻസേഷൻ. ദി ലോ ഓഫ് ഓവർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികൾക്ക് എക്സ്ട്രാ വാല്യൂ നിരന്തരമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമ്മൾ നിരന്തരമായിട്ട് അധികമായിട്ട് ജോലി ചെയ്യുക, അധികമായിട്ട് എഫേർട്ട് ഇടുക. നമ്മൾ നിരന്തരമായിട്ട് അധികമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിരന്തരമായിട്ട് എപ്പോഴും പോസിറ്റീവ് ക്വാളിറ്റി ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവരികയും ക്വാളിറ്റി പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന കാര്യം ഉറപ്പു കൊണ്ടുവരുന്നാൽ അതാണ് ഓവർ കോമ്പൻസേഷൻ. നമ്മൾ ചെയ്യുന്ന ജോലിയേക്കാൾ പല മടങ്ങ് ജോലി ചെയ്യുമെന്നുള്ള കാര്യം, നമ്മൾ എഫേർട്ട് എടുക്കുമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അത് നമ്മുടെ അകം ലോകത്ത് കോസായി സൃഷ്ടിക്കപ്പെടുകയും ആ കോസിൽ വാല്യൂ ആയി ആഡ് ചെയ്യപ്പെടുകയും അത് ക്രമേണ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഫലം തന്നുകൊണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള ജീവിതമാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മളെ മാറ്റും ആ കോമ്പൻസേഷൻ. അത് നമ്മൾ സമ്പത്താണ് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ നമ്മൾ മറ്റ് ആരോഗ്യത്തിലാണ് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ നമ്മൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫിന് എന്താണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ അനുയോജ്യമായ കോമ്പൻസേഷൻ നമുക്ക് ലൈഫിൽ തന്നുകൊണ്ട് യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരു സംശയം വേണ്ട. അതാണ് ദി ലോ ഓഫ് കോമ്പൻസേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആൻറൈസ് ചെയ്തിട്ട് ചോദിച്ചാൽ നന്നായിരുന്നു. ഈ കോമ്പൻസേഷൻ നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ കോമ്പൻസേഷൻ എടുക്കാറുണ്ട്. നമ്മൾ ഈ നേരായ മാർഗത്തിലൂടെ അല്ലാതെയുള്ള ഒരു രീതിയിലുള്ള സമ്പാദ്യങ്ങളും, അത് മാത്രമല്ല നേരായ മാർഗത്തിലല്ലാതെയുള്ള ഏത് വാല്യൂ മറ്റു മനുഷ്യൻ്റെ നിന്ന് എടുത്താലും വാല്യൂ ആണ്. നമ്മളത് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ജീവിതം കൊണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. എന്തിന്? സമയം, അതാണ് പറയുന്നത്. മറ്റു മനുഷ്യന്റെ സമയത്തെ അപഹരിക്കുന്നത് പോലെ നമ്മളിൽ നിന്ന് കോമ്പൻസേഷൻ പോകും.
അത്രത്തോളം പ്രിയങ്കരമാണ് ഓരോ മനുഷ്യനെയും യൂണിവേഴ്സിന്. ഓരോ മനുഷ്യനും നമ്മള് യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമാണ്. നമ്മൾ എത്രത്തോളം പ്രിയങ്കരമാണോ അത്രത്തോളം എല്ലാവരും ഒരുപോലെയാണ് യൂണിവേഴ്സിന്. ദൈവം എന്നോട് എന്തിന് ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പലരും ചോദിക്കുക. അല്ല, അതൊക്കെ താൽക്കാലികമാണ്. അതൊന്നൊരു തോന്നൽ മാത്രമാണ്. എല്ലാവരും ഈക്വലാണ്. അപ്പോൾ നമ്മള് ഈക്വലായ മനുഷ്യരുടെ വാല്യൂവിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അവരെ പറ്റിക്കുക, ചീറ്റ് ചെയ്യുക, അവരുടെ അറിയില്ലേ, അത് നമുക്ക് അതങ്ങനെയൊന്നും ചെയ്ത് പരമാവധി നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം മറ്റു മനുഷ്യരെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് പണം കൊണ്ട് മാത്രമല്ല സംഭാവന എന്ന് പറയുന്നത്. നമ്മുടെ സർവീസ് കൊണ്ട്, നമ്മുടെ സേവനം കൊണ്ട്, നമ്മൾ ചെയ്യുന്ന തൊഴിലുള്ള ആത്മാർത്ഥത തന്നെ ഒരു വലിയ ഒരു സപ്പോർട്ടാണ്, ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവനയാണ് യൂണിവേഴ്സിനുള്ള. നമ്മുടെ ചെയ്യുന്ന നമ്മുടെ ശമ്പളം വാങ്ങി ചെയ്യുന്ന ജോലിയിലെ ആത്മാർത്ഥത തന്നെ ഈ യൂണിവേഴ്സിനുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലെ ആത്മാർത്ഥത, നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഏറ്റവും മികച്ച സർവീസ് തന്നെ ഈ ഒരു യൂണിവേഴ്സിനോട് നൽകുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ ഓരോ പ്രവർത്തികളും, അത് ഒരിക്കലും നമ്മുടെ പ്രവർത്തികളെ വേണം സൂക്ഷിക്കാൻ. അതായത് നമ്മൾ ഒരിക്കലും ലക്ഷ്യത്തിലേക്കല്ല, നമ്മുടെ ഫലത്തിലേക്കല്ല, കർമ്മത്തിൽ ശ്രദ്ധിക്കണമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫലത്തിലേക്കല്ല, ഫലത്തെ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ കർമ്മത്തില് ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഏറ്റവും മികച്ചതാക്കുവാൻ ശ്രമിച്ചാൽ മതി. നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റു മനുഷ്യർക്ക് വേണ്ടി കൂടി ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയിലും മറ്റു മനുഷ്യർ ഇൻവോൾവ്ഡ് ആയിരിക്കും. ആ മനുഷ്യരുടെ ഡെവലപ്മെന്റിന് വേണ്ടി അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിനകത്ത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ സ്വാഭാവികമായും ഡെവലപ്പ് ആയിപ്പോകും. അല്ലാതെ മറ്റു മനുഷ്യരെ ഇകഴ്ത്തിയിട്ടും അവരെ ഇടിച്ചു താഴ്ത്തിട്ടും അവരിൽ നിന്ന് കവർന്നെടുത്തിട്ടും അവരുടെ വാല്യൂവിനെ ഇല്ലാതാക്കിയും ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ചിന്ത ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അത് ക്രമേണ താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ചെന്തെങ്കിലും കിട്ടിയെന്നിരിക്കും. ജീവിതത്തിൽ പിന്നെ നോക്കിയാൽ അറിയാൻ പറ്റും വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കും ലൈഫിൽ. കോമ്പൻസേഷൻ എടുക്കും യൂണിവേഴ്സ് പിന്നെയാണ് എടുക്കുന്നത്. നമ്മളിങ്ങനെ അന്തിച്ചു നിന്നു എന്തുവാണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാതെ. ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിയില്ല, പലരും തിരിച്ചറിയുന്നില്ല. ഈ ലോ ഓഫ് കോമ്പൻസേഷൻ വളരെ ശക്തമായ നിയമമാണ്. അത് നമുക്ക് അനുകൂലമാക്കി നമ്മൾ അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. താങ്ക് യു സോ മച്ച്. പ്രേമലത ഒരു സെക്കൻഡ്, പ്രേമലത ചോദിക്കട്ടെ. ഒരു ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനകത്ത് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് ആ ഒരു ക്യൂ അനുസരിച്ച് ചോദിക്കും. സർ, ഞാനൊരു ചോദ്യം, എനിക്കറിയില്ല അത് ശരിയായതാണോ എന്നറിയില്ല. സാർ, ഇപ്പൊ നമ്മുടെ വിവാഹ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ചിലവരുണ്ടാവുമല്ലോ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ലല്ലോ അവര് പക്ഷെ അത് ആഗ്രഹിച്ച ഒരു ലൈഫ് ആവില്ലല്ലോ, നല്ലൊരു ലൈഫ് പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ലേ ഇപ്പൊ നമ്മള് ജീവിതത്തിൽ കാലം എടുത്തു വെക്കുന്നേ. അപ്പൊ ചിലപ്പോ നമുക്കത് മാറിപ്പോകുന്നുണ്ടാവില്ലേ? അതെന്തുകൊണ്ടാ അങ്ങനെ? നമ്മളിപ്പോ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു സംസാരിച്ച ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ആഴത്തിൽ മനസ്സിലാക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്നാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഉള്ളിൽ കോസായിട്ടുണ്ട്, അതിന്റെ എഫക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അതിനെ മാറ്റാൻ കഴിയും, ആ ഒരു കോസിനെ ഉള്ളിൽ നിന്ന്. നമ്മളത് അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകളാണ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിലുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ വിവാഹ ബന്ധത്തോടനുബന്ധിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു കൂട്ടിയതായിട്ടുള്ള ചില ചിന്തകളും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ സബ് കോൺഷ്യസ് അറിയാതെ പിടിച്ചെടുത്ത ചില ചിന്തകളും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രവർത്തികളും, നിലവിലുള്ള മറ്റുള്ളവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും, ഇതെല്ലാം ചേർന്നാണ് ഉള്ളിൽ കോസിനെ സൃഷ്ടിക്കുന്നത്. അതിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ റിഫ്ലക്ട് ചെയ്യും. അത് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മൾ നമുക്കത് മാറ്റാൻ പറ്റും, ഹീൽ ചെയ്ത് കളയാൻ പറ്റും. ഹീൽ ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പുതിയത് സൃഷ്ടിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അതിനുവേണ്ടിയാണ് താങ്ക് യുവിന്റെ പ്രാക്ടീസൊക്കെ തന്നിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് ചെയ്ത് കൂടുതൽ നന്നായിട്ട് ഉള്ളുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല മനുഷ്യരാകുക, കൂടുതൽ നല്ല മനുഷ്യരാകുക ഉള്ളുകൊണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് നന്മയായിട്ട് പ്രതിഫലിക്കും. ക്രമേണ ഈ വിഷയങ്ങളെല്ലാം മാറി വരും. അതാണ് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു.
റോഷൻ താങ്ക് എന്താണ് യു. ചോദിക്കാൻ? റോഷൻ ചോദിക്കും. റോഷൻ. ചോദിക്കാം സാർ. ഇപ്പൊ നമ്മ സാർ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ, ആ ഇതൊക്കെ നമുക്ക് 100% നടപ്പിലാക്കണമെന്നുണ്ട്. പക്ഷെ നമ്മ 1-2 ദിവസം മാത്രമേ ഇത് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മളെ കാര്യങ്ങളിലേക്ക് വരുമ്പോ ഇതൊക്കെ മറന്നു പോയി അതിലേക്ക് ഇത് ഉം, അത് നടപ്പിലാക്കാതിനായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്തെങ്കിലും? നടപ്പിലാക്കാൻ ടെക്നിക്ക് ഒന്നുമില്ല. നമ്മൾ ഇതിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക. എന്റെ ഓരോ പ്രവൃത്തിയും എവരി ആക്ട് റിവാർഡ്സ് ഇറ്റ് സെൽഫ് എന്നാണ്. ഓരോ ആക്ഷനും അപ്പൊ തന്നെ അതിന് റിവാർഡ് കൊടുക്കപ്പെടുന്നുണ്ട്. അപ്പൊ എവരി ആക്ഷൻ മനസ്സിലായി, എല്ലാ ആക്ഷനും അപ്പൊ തന്നെ റിവാർഡ് ആകുന്നുണ്ട്. നമ്മുടെ ഓരോ ആക്ഷനും എന്റെ ഉള്ളിൽ ഒരു കോമ്പൻസേഷന് വേണ്ട കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക. അതാണ് പറയുന്നത്, നമ്മൾ അത്രത്തോളം മൈൻഡ്ഫുൾ ആകുക. ഈ ഒരു നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ മതി. നമുക്കറിയാലോ, നമ്മൾ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായി ചിലപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ വലിയ രീതിയിലുള്ള നഷ്ടം പിന്നെ ജീവിതത്തിൽ സംഭവിക്കില്ല. ജീവിതത്തിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അത് നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ആദ്യ കാലങ്ങളിൽ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിൽ കൂടിയും, എന്നാൽ നമുക്ക് ഈ ഒരു കാര്യം നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ക്രമേണ നമ്മൾ സ്മൂത്തായി വരുന്നത് കാണാം. സ്മൂത്തായി വരും ജീവിതം. ചില വിശ്വാസങ്ങളാണ് ഈ ഒരു കാലത്ത്, ഈ വന്ന കാലത്ത് ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ, സത്യസന്ധമായിട്ടും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടും ഒക്കെ ജോലി ചെയ്താല് നമുക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരും പരിഗണിക്കുമോ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മള് ആഴത്തിൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളുടെ ചിന്തകളാണ് അതാണ് അവരിങ്ങനെ ചുറ്റും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ടല്ലേ നിങ്ങൾ ഇതുപോലുള്ളൊരു ക്ലാസ് വിളിക്കുമ്പോൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ വ്യത്യസ്തമായ ചിന്ത സ്വന്തം ജീവിതത്തിൽ ശക്തമായി നടപ്പിലാക്കണം. കുറച്ചു നാൾ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ സുഗമമാണ് ജീവിതം. സുഗമമായിട്ടാണ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇവിടെ എത്രയോ പേര് ആ ഒരു രീതിയിൽ ഓരോ ഓരോ നിങ്ങൾക്ക് തന്നെ എത്ര കമ്പനികളുണ്ട് ഇവിടെ, എത്ര മനോഹരമായിട്ട് ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ലോ ഒക്കെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അവരുടെയൊക്കെ വാക്കുകൾ, പല കമ്പനികളുടെയും മലയാളികളായിട്ടുള്ള ആളുകളുടെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഈ ലോ ആണ് നടപ്പിലാക്കുന്നത്. അവരത് അറിഞ്ഞുകൊണ്ട് യൂണിവേഴ്സൽ ലോ പഠിച്ചു വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവര് സ്വാഭാവികമായി എങ്ങനെയോ അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ചിന്തയിലും ഈ ഒരു നിയമങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കാനുള്ളത്, അല്ലെങ്കിൽ ബിസിനസ് നടത്താനുള്ളത് എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം വന്നതിന്റെ പുറത്ത് എന്ത് സംഭവിച്ചു, അവർ അതിനനുസരിച്ച് ആ ഒരു ബിസിനസിന്റെ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ക്രമേണ അവർക്ക് സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്. വലിയ വളർച്ചയിലേക്ക് അനുദിനം വർദ്ധിച്ച് വലുതായി വലുതായി പോകും. പുതിയ പുതിയ ഐഡിയകൾ അവർക്ക് യൂണിവേഴ്സ് കൊടുക്കും, അവർ പിന്നെയും പിന്നെ ഡെവലപ്പ് ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ ചെറിയ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ലോയെ വയലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ എന്ന് അല്പം അവിടെ നിന്ന് ഇവിടെ നിന്നും പിടിച്ചെടുത്തും കൈക്കൂലി വാങ്ങിയും ഒക്കെ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ നേടുമ്പോൾ സത്യത്തിൽ അത് നമ്മൾ തന്നെ ഉള്ളില് പിൽക്കാലത്തേക്കുള്ള കോമ്പൻസേഷന് വേണ്ടിയുള്ള, റിഫ്ലക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ശക്തമായിട്ട് നിലപാടെടുക്കും, ശക്തമായ നിലപാടെടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അവിടെയാണ് പറഞ്ഞ നമ്മളെ ആക്ഷനും ചിന്തകളും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകും. നല്ല മനുഷ്യരാവുക അടിസ്ഥാനപരമായിട്ട്. ഓക്കെ ഓക്കെ, ഷീൻ ചോദിക്കുക. സാർ, എനിക്ക് സാർ ഇന്ന് എടുത്ത ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. എന്റെ ലൈഫിലും ഇത് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. എനിക്കുള്ള സംശയം സാറ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ താങ്ക് യു മെഡിറ്റേഷനെ കുറിച്ചാണ്. അതായത് 2 സംശയമുണ്ട്. ഒന്ന്, സാറ് പറഞ്ഞിരുന്നു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചുണ്ടുകൾ അനക്കി സൗണ്ട് ചെറുതായിട്ട് എടുത്ത് പറയണം എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് സാർ? മനസ്സിനുള്ളിൽ ഉരുവിടുന്നതിനേക്കാളും ലൗഡായിട്ട് പുറത്ത് വരണം എന്നാണോ, അതോ എങ്ങനെ രണ്ടും ചെയ്യും? പുറത്ത് പറയണമെന്നല്ല പറഞ്ഞത്, നമ്മൾ അടക്കം പറയുന്നത് പോലെ പറയാലോ. ശബ്ദം പുറത്ത് വെക്കാതെ നാവ് കൊണ്ട് ഉരുവിട്ടുകൊണ്ട് പറയാലോ, ചുണ്ടിൽ വെച്ചുകൊണ്ട്. അടക്കം പറയാൻ അറിയില്ലേ? ശബ്ദം പുറത്ത് വെക്കാൻ അതായത് അറിയാം, ശബ്ദം അതല്ല, മനസ്സിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ പറയുന്നതാണോ എഫക്റ്റീവ് എന്നാണ് ചോദിച്ചത്. എഫക്റ്റീവ് പറയുന്നതാണ്. ഇതൊരു ചാൻഡിങ് ആണ്. മറ്റേ നമ്മുടെ ഉള്ളിൽ ചാൻഡിങ് എന്ന് പറയുമ്പോൾ അത് നാവിലൂടെ ഉരുവിടുകയാണ്. അത് പക്ഷേ അല്പം ശബ്ദം കേട്ടാൽ നല്ലത്, ശബ്ദം കേൾപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ. പക്ഷെ മനസ്സിൽ പറഞ്ഞാൽ അത് ചിന്ത മാത്രമേ ആവുകയുള്ളൂ, ചാൻഡിങ് ആവില്ല. ചാൻഡിങ് മെഡിറ്റേഷൻ ആണ് തന്നത്.
കേട്ടോ. ചാൻഡിങ് വേണ്ട. അപ്പൊ അത് ചിന്തയും ഈ വാക്കുകൾക്കും കുറച്ചുകൂടെ ചിന്തകളെക്കാളും വാക്കുകൾക്ക് കുറച്ചുകൂടെ പവറുണ്ട്. ചിന്തകൾക്ക് പവറുണ്ട്, വാക്കുകളെക്കാളും കുറഞ്ഞു. അപ്പൊ അതിനൊരു പല മടങ്ങ് ഗുണം നമ്മൾ നാവിലൂടെ. ഇപ്പം അല്പം അടക്കം പറഞ്ഞ് ചൊല്ലുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാൻ വ്യത്യാസം അതാണ്. വേണ്ടിയിട്ടായിരുന്നു സർ. നാവ് കൊണ്ട് പറയുമ്പോൾ അത് വാക്കുകളാണ്, മറ്റേ ചിന്ത മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് താങ്ക് യു. സാറ് അല്ല, ഒരു ചോദ്യം കൂടെ ഇതിന്റെ. സാർ, ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴേക്കും നെഗറ്റീവായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ തുടക്കത്തില്? തുടക്കത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ റിക്കവർ ചെയ്യണം? അതിന് നമ്മൾ അത് നെഗറ്റീവ് സാഹചര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് കണ്ടിന്യൂ പ്രാക്ടീസ് കൂടുതൽ ശക്തമാക്കിയാൽ മതി. ഈ ഒരു അല്ലാതെ അതൊരു റെസിസ്റ്റൻസ് ആണ് താൽക്കാലികമായിട്ട്. നമ്മളതാണ് പറഞ്ഞത്, അതിന് നമ്മൾ ശക്തമായിട്ട് നമ്മളെ മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കണം. നമ്മളെ മനസ്സുകൊണ്ട് പിടിച്ചു നിൽക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ക്രമേണ നമുക്ക് അത് ആ ഒരു റെസിസ്റ്റൻസ് മാറി വരും. ചില കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നോക്കുമ്പം ഇതുവരെ നമ്മൾ എല്ലാത്തിനും നെഗറ്റീവും പറഞ്ഞ് എല്ലാത്തിനും ഒരു എന്താ പറയുക, പരാതിയും പറഞ്ഞ് എല്ലാത്തിനെയും കുറ്റപ്പെടുത്തി വിമർശിച്ച് മാത്രം നടന്ന ഒരു നാവിൽ നിന്ന് നിരന്തരമായി താങ്ക് യു വരുന്നു. ഇതെന്താണ് സംഭവം എന്നുള്ളത് അതൊന്ന് അത്ഭുതപ്പെട്ടിട്ട് അതിന്റെ ആ ഒരു സ്വാഭാവിക രീതിയിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം നമ്മൾ ഇത് മാറുവാനാണോ അതോ ഇത് പഴയ രീതി തുടരുവാനാണോ നമുക്ക് താല്പര്യം എന്നുള്ള ടെസ്റ്റിംഗ് പോലെയാണ്. അപ്പോ നമ്മൾ ഇല്ല, എനിക്ക് മാറണം എന്നൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ പ്രാക്ടീസ് കൺസിസ്റ്റന്റ് ആയി തുടരുമ്പോൾ ക്രമേണ സബ് കോൺഷ്യസ് മൈൻഡ് ആ റെസിസ്റ്റൻസും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി തന്നുകൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് തരും ക്രമേണ. കേട്ടോ, അതാണ് നമ്മൾ ഓക്കെ, മനസ്സിലാക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. പ്രാക്ടീസ് നെഗറ്റീവ് മാറ്റുകയാണ്, സൃഷ്ടിക്കില്ല. യെസ് യെസ് യെസ്, അതെ. ഏറ്റവും ഏറ്റവും എഫക്റ്റീവ് സൗണ്ട് വെളിയിൽ വരാതെ അടക്കം പറയുമ്പോഴാണ്. യെസ്, അതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. എന്നാലും ഉള്ളില് മനസ്സിലും പറയരുത്, ചുണ്ടുകൊണ്ട് ഉരുവിടണം. ശബ്ദം അല്പം കേട്ടാലും കുഴപ്പമില്ല, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. സാറിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി. താങ്ക് യു സെറീന, താങ്ക് യു സോ മച്ച്. ലോട്ടറി നേരായ മാർഗമാണോ? അത്ര നേരായ മാർഗമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും നൽകുന്നില്ല. എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ലേ നൽകുന്നുള്ളൂ, നമ്മൾ സർവീസ് ഒന്നും നൽകുന്നില്ല. നമ്മളെപ്പോഴും ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരു കറക്റ്റായിട്ട് ഉള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ചിന്താശേഷിയും പ്രവർത്തന ശേഷിയും ഒക്കെ തന്നിരിക്കുമ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഇന്റൻഷൻ, നമ്മൾ അത് ഉപയോഗിച്ച് കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ എന്താണ്, എഫേർട്ട് ഇട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി. നമ്മൾ ഡെവലപ്പ് ചെയ്യും, അതിലൂടെ മറ്റുള്ളവർക്കും ഗുണം കിട്ടും. നമ്മുടെ പ്രവൃത്തി എപ്പോഴും മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നതാകുന്ന കാര്യം ഉറപ്പുവരുത്തുക. അതാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ, അതാണ് സീക്രട്ട്. നമ്മൾ മനുഷ്യരെന്നുള്ള ആ ഒരു മാനവരാശിക്ക് ആ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. അല്ലാതെ അതിനിടയിൽ മറ്റ് വേർതിരിവുകളോ ഒന്നുമില്ല. മാനവരാശി എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിന് ആ മാനവരാശിക്ക് ഇംപ്രൂവ് ചെയ്യുവാൻ കഴിയുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ, മറ്റു കൂടെ ഉള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അത് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഈസി ആയിട്ട് നമുക്ക് അനുകൂലമായി വരും. ഈസി ആയിട്ട് അപ്ഡേഷൻ, കോമ്പൻസേഷൻ തന്നുകൊണ്ട് അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു. ആർക്കെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം തൽക്കാലം നിർത്താം. ഓക്കെ, നമുക്കൊരു 20 താങ്ക് യുവിന്റെ ചെയ്താലോ? 20 മിനിറ്റ് എല്ലാവരും ഒന്ന് പ്രദീപേ, ഓൾ മ്യൂട്ട്. ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ട് ഈ ഒരു ഗ്രൂപ്പിലെ ആർക്കെങ്കിലും ഒരു മാനസികമായ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് അതിജീവിക്കാനുള്ള ഒരു ഇന്റൻഷനും കൂടി അവർക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകട്ടെ എന്നൊരു ഇന്റൻഷൻ കൂടി നമ്മൾ മനസ്സിൽ കൊടുക്കണം. കേട്ടോ, അത് നല്ലൊരു പവർഫുൾ ആയിട്ടൊരു ഇന്റൻഷനാണ്. നമ്മുടെ ഓരോ മനുഷ്യന്റെയും സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്റൻഷൻ വലിയ പവറാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ.
താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, sir. Thank you, sir. എല്ലാവർക്കും താങ്ക് യു നന്ദി. സോ മച്ച് സാർ. Thank you. Thank you, sir. Thank you. Thank you. Thank you so much. Thank you very Thank you, much. sir. Thank you, sir. Thank you, sir. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you. Thank you, sir. താങ്ക് യു സോ മച്ച്.